ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഓണാഘോഷ പരിപാടിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഞാനിവിടെ ഒരു കേക്കിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തതായിരുന്നു. കുറേ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, എന്നാലും അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അത് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ അരിച്ചെടുക്കാം. എന്നീ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബബിൾസൊക്കെ വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ശേഷം അതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലോ അല്ലെങ്കിൽ ലൈറ്റ് ചൂടായിട്ടുള്ള പാലോ മാത്രം ചേർത്ത് കൊടുക്കുക. തണുത്ത പാലെടുക്കരുത്. ഇനിയിത് പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് സമയം ഇട്ടടിക്കണ്ട, ബാറ്റർ താണു പോകും. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബാറ്റർ താണു പോകും. കുറച്ചായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചോ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം, എന്നാലും പെട്ടെന്ന് താണു പോകും. അതുകൊണ്ട് ഇതുപോലെ പതിയെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന്മേലെ ഇതുപോലത്തെ ഒരു റിങ്ങോ സ്റ്റാൻഡോ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ബാറ്റർ 8 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 40-45 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ബേക്കായി കിട്ടും. ഒരു 35 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കുക്കായിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ ചെയ്തെടുക്കാൻ. ബേക്കായ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു, അതും ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കിലോൻ്റെ 2 കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാനിവിടെ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 നീളത്തിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന്മേലെ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയതാണ്. ഗ്രീൻ കളർ ചേർത്തിട്ടാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് അതിന്മേലെ ഗ്രീൻ കളർ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രാപ്പർ കൊണ്ട് ലൈൻ വരച്ച് കൊടുത്തതാണ്. അതിന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഓലനാണ് കേട്ടോ ആദ്യം തന്നെ തയ്യാറാക്കുന്നത്. അതിന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ എടുക്കാം, ഫ്രൂട്ട്സ് ഏതെങ്കിലും എടുത്താൽ മതി. വൈറ്റ് ചോക്ലേറ്റും നേന്ത്രപ്പഴം മാത്രമാണ് കേട്ടോ ഓലൻ തയ്യാറാക്കാൻ. കാളൻ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും നേന്ത്രപ്പഴം, അതിൽ 1 ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓലനും കാളനും തയ്യാറായിട്ടുണ്ട്. പിന്നെ വേണ്ടത് അച്ചാറാണ്. അത് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും 1 ഡ്രോപ്പ് റെഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അച്ചാറും റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂട്ടുകറി ഉണ്ടാക്കുന്ന വീഡിയോയും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്പും കുറച്ച് വിപ്പിംഗ് ക്രീമും ചേർത്തിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അടുത്തത് ചെയ്തെടുക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അത് ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമും 1 ഡ്രോപ്പ് റെഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ആപ്പിളും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഉണ്ടാക്കുന്നത് തോരനാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വൈറ്റ് ചോക്കോ ചിപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ തോരനും തയ്യാറായിട്ടുണ്ട്. പിന്നെ വേണ്ടത് അവിയലാണ്. ഞാനിവിടെ നേന്ത്രപ്പഴം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. പിന്നെ യെല്ലോ കളറും കൂടി 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ അവിയലും ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാമ്പാറാണ്. സാമ്പാർ ഞാനിവിടെ നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ എടുക്കാം. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസ് ടൈപ്പിൽ തന്നെ സാമ്പാർ എടുക്കാം. കുറച്ചധികം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് കളറും 2 ഡ്രോപ്പ് യെല്ലോ കളറുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാറിൻ്റെ കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്, 2 കളറും കൂടിയിട്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. പഴം ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസും വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് യെല്ലോ കളറും ചേർത്തിട്ട് നല്ല ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഗ്രീൻ കളറൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പുളിയിഞ്ചിയായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കറികളെല്ലാം ചേർത്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോറിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്ത ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ അതും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പഴവും ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് ഇവിടെ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാം. ഞാനിത് അംഗനവാടിയിൽ പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പൂക്കളം ഇടലും പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഓണാഘോഷ പരിപാടി.